നമസ്കാരം. ഡെമോക്രസിയാണ്. 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഇടതുമുന്നണിയെ കിടുകിടെ വിറപ്പിക്കാൻ ഇറങ്ങിയ ഫോർവേഡ് ബ്ലോക്ക് എന്ന ദേശീയ പാർട്ടി ആ തീരുമാനം പിൻവലിച്ചു. സ്ഥാനാർത്ഥികളെ നിർത്തുന്നേയില്ലത്രേ. ആദ്യം ആ അറിയിപ്പാണ്. ദേശീയ തലത്തിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും സഖാവ് പിണറായി വിജയൻ നൽകിയിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള ഈ ഉറപ്പിന്റെയും അതുപോലെ തന്നെ ഈ അഭ്യർത്ഥനയുടെയും പശ്ചാത്തലത്തിൽ ഇവൻ മലയാളിയാണോ അതോ വേറെ ഏതെങ്കിലും നാട്ടുകാരാണോ? സംസ്ഥാനത്ത് മത്സരിക്കുവാനുള്ള തീരുമാനം ഫോർവേഡ് ബ്ലോക്ക് പിൻവലിക്കുകയാണ്. ഫോർവേഡ് ബ്ലോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം. സംസ്ഥാനത്തെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി സജീവമായി രംഗത്തിറങ്ങുവാൻ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകുവാൻ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. അതെ, എങ്ങനെ മനസ്സിലായി? നമുക്ക് പെട്ടെന്നൊരു അടിയോ ഇടിയോ കിട്ടിക്കഴിഞ്ഞാൽ മാതൃഭാഷയിലെ പ്രതികരിക്കൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നത്. ഓഹ്, അത് ശരി. സാറാണാനാണാവോ? പുല്ല് നാക്കും കുരുങ്ങി. സാറാണാനാണാവോ? ആൾ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും ദേവരാജൻ അനുസരിച്ചോളും. പിണറായി ഒന്ന് നോക്കിയാൽ മതി. ഇന്നത്തെ ഡെമോക്രസി ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. പള്ളിക്കാരെയും പട്ടക്കാരെയും തങ്ങളുടെ വഴിക്ക് നയിക്കാനാണ് ഹൈക്കമാൻഡ് PT തോമസിനെ ഇടുക്കിയിൽ നിന്നും ഒഴിവാക്കിയത്. മണ്ഡലം പിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഡീൻ കുര്യാക്കോസിനെ ഹൈക്കമാൻഡ് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും അടുത്തേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. കസ്തൂരി രംഗ റിപ്പോർട്ടിന്റെ കാര്യത്തിലും മൊത്തത്തിൽ പള്ളിക്കാര്യങ്ങളിലുമുള്ള അതൃപ്തി ഒന്ന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനാണ് സാക്ഷാൽ ഡീൻ കുര്യാക്കോസ് ഇടുക്കി ബിഷപ്പിനെ കാണാൻ പോയത്. ഹൈക്കമാൻഡ് ഒന്നും ബിഷപ്പിന് പ്രശ്നമേ അല്ല. ഡീനിനെ സ്വീകരിച്ചതു തന്നെ ക്ഷുഭിതനായ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അച്ഛനാണ്. ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞല്ലേ. ഹൈക്കമാൻഡ് അങ്ങനെ പല തീരുമാനങ്ങളും എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ നെരുങ്കുളത്ത് ഞങ്ങളുടേതായ ഒരു ഹൈക്കമാൻഡ് ഉണ്ട്. അതെ, ആ ഹൈക്കമാൻഡ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഇവിടെ കോഴി കൂവില്ല, പട്ടി കോരക്കില്ല, പശു ചാണകം പോലും ഇടില്ല. എന്താടാ, നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? നീ കുഴപ്പമുണ്ടാക്കൂടാ. ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞല്ലേ. ഡീൻ കുര്യാക്കോസും പിന്നെ ബിജോ മാണിയോ അവരൊക്കെ ഓരോ സ്ഥലത്തും പ്രഖ്യാപിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അപരാധി ഒന്നിനും കൊള്ളാത്തവനായിട്ട് തോന്നുന്നു. പലയിടത്തും ഞാൻ ഇങ്ങനെ പത്രത്തിൽ വായിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇന്നലെ വരെയും കൊണ്ട ഡീൻ അല്ല. ഇന്നലെ വരെയും ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ട് പോകുന്നയാൾ ഇന്നൊരു ജനപ്രതിനിധിയുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി സഭയോടും പിതാക്കന്മാരോടുമുള്ള ആ ഒരു ബഹുമാനത്തോടും അതുപോലെ തന്നെ ആ കാര്യം ആത്മാർത്ഥതയോടും പോകാനുള്ള ഒരു തീരുമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ ഈ ഡീനിനെ ഇങ്ങനെ. അല്ല, കോൺഗ്രസിനെ എന്നും സഭ പിന്താങ്ങിയിട്ടുള്ളതും സഭയെന്നും ഈ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന തലമുറയിൽ ഒത്തിരി ഒരു എന്നാ നമ്മൾ പറയുന്ന അതിനെ ഈ നമ്മൾക്ക് എന്നാ ഇവരെ ഇട്ട് എന്നാ കാണിച്ചാൽ ഇവർ നമുക്ക് വോട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു തണ്ട കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന്. ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നതല്ലേ. അല്ല, ഇതന്നെ ഈ നിങ്ങൾക്ക് ഈ ഭരണം കിട്ടണേ ഞങ്ങളുടെ വോട്ട് കിട്ടണ്ടേ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും മന്ത്രിയോ MLA MP ഒന്നും ആകാൻ പോണില്ല. അല്ല, നിങ്ങളവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ സമ്മതം കൊണ്ടാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ജനങ്ങളെ ഇങ്ങനെ ഒരു എന്നാ ചൊപ്പന്മാരെന്നുള്ള രീതിയിൽ കണ്ടിട്ട് അവരോടിങ്ങനെ ഒരു പെരുമാറ്റവും അതൊരു ഒരിക്കലും ധിക്കാര മനോഭാവം ഇപ്പം കോൺഗ്രസിലെ യൂത്ത് വിങ്ങിനുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതൊക്കെ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞല്ലേ. ഡീൻ കുര്യാക്കോസും ഒരു യുവാവാണല്ലോ. അഹങ്കാരം ആവശ്യത്തിനുള്ളയാൾ എന്നാണ് ആനിക്കുഴിക്കാട്ടിൽ അച്ഛൻ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലം ആയതിനാൽ എല്ലാ ചീത്തവിളിയും കേട്ടിരിക്കാനാണ് സ്ഥാനാർത്ഥികളുടെയും പാർട്ടിക്കാരുടെയും വിധി. മത സാമുദായിക നേതാക്കൾ എന്തു തെറി പറഞ്ഞാലും കേട്ടിരിക്കാനുള്ള അപാര തൊലിക്കട്ടി. ജയിച്ചു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ. നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ?
നീന് കുഴപ്പമുണ്ടാക്കോടാ? പറയടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. ഞങ്ങള് പറ്റുന്ന പോലെ സേവനം രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹിക സേവ രംഗത്തും ചെയ്ത് രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിൽ അതിനെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് പോകുന്ന ഒരു രീതിയാണ് ഭരണകൂടത്തിന് വേണ്ടത്. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. കാണുന്നില്ല എന്നുള്ള ഇപ്പോഴത്തെ തലമുറയിൽ ഇതേതാണ്ട് ഞങ്ങളെയാണ്ട് കൈയടക്കി കൊള്ളലാഭം എടുത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിക്കുന്ന അവസ്ഥയാണെന്നുള്ള മനോഭാവം അതും പറ്റിയൊന്നും ഒരാവശ്യമില്ലാത്തതായി യൂത്ത് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് ശക്തമായ എതിർപ്പ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാന്ന് പറഞ്ഞു. പട്ടിന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരമുണ്ടില്ല. ഒരു ഒരു പക്വത വരണം, അതാ വേണ്ടത്. രാഷ്ട്രീയമായാലും എന്നതാണേലും ഒരു പക്വതയോടുകൂടി നേതാക്കളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരക്ഷരമുണ്ടില്ല. അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് കോൺഗ്രസ് പ്രസ്ഥാനം അനുമതി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇവിടെ നമ്മുടെ ആളുകളാ ഭൂരിഭാഗവും കുടിയേറ്റക്കാർ നല്ല ശതമാനം നമ്മുടെ ആളുകളാണ്. അപ്പോൾ അവർ എപ്പോഴും നമ്മുടെ UDFൻ്റെ സപ്പോർട്ടേഴ്സായിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. അതെ, പക്ഷെ അതിനനുസരിച്ച് അവർക്ക് വേണ്ട ഇപ്പോൾ 1/1/77 മുമ്പ് കുടിയേറിയവർക്ക് പട്ടയം കൊടുക്കുമെന്ന് 83 ആന്റണി സർക്കാർ എടുത്ത തീരുമാനം, എല്ലാ കക്ഷികളും കൂടി. ഇപ്പൊ 36 വർഷമായി. നിങ്ങൾക്ക് എന്നാ സത്യസന്ധതയാണുള്ളത്? തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പിന്തുണ തേടി. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഉത്തരം പറ. എന്ത് സത്യസന്ധത? ഈ മനുഷ്യരെന്തേരെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എത്ര കുടുംബത്തിലെ പുരുഷന്മാർക്ക് പെണ്ണിനെ കിട്ടാതുണ്ട്. വിവാഹം കഴിക്കാൻ ഞാൻ ഇന്നാൾ ഇവിടെ വിളിച്ചു കൂട്ടി അവിവാഹിതരായ യുവത്തിനെ 250 യുവാക്കൾ വന്നു. 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെ വിവാഹം കഴിക്കാത്തവർ. അതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഭാവി എന്താ? നമുക്കൊരു മന്ത്രി സ്ഥാനം, ഒരു MP സ്ഥാനം, ഒരു MLA സ്ഥാനമോ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം ആണെന്നുള്ള ചിന്തയിൽ പോവുകയാണോ? ഇത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണ്ടേ? അല്ല, പറയട്ടെ, ഇത് കേൾക്ക്. നിങ്ങൾക്ക് ന്യായം ഉണ്ടായിരിക്കും പറയാൻ, എനിക്കും ഉണ്ടായി പറയാൻ ന്യായം. ഇതൊക്കെ ഈ മനുഷ്യർ പറയുന്നത്, വക്കീലന്മാർ, നിയമജ്ഞന്മാർ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത മന്ത്രിമാരെയൊക്കെ നിങ്ങൾ പറിച്ചെറിയണം. ഈ ജനങ്ങളാ കടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ ഭരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാ, അവരുടെ നന്മ. അവനാ നമ്മളെ മന്ത്രിസ്ഥാനത്തൊക്കെ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യാൻ സന്നദ്ധമല്ലാത്തവനൊക്കെ അവിടെ ഇറങ്ങിപ്പോണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ മന്ത്രിയായിട്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജനസേവനം നമ്മുടെ എല്ലാം ലക്ഷ്യം. നിങ്ങൾ പറയില്ല മന്ത്രാന്മാർ താഴോട്ട് ഇറങ്ങി വരണം, സേവന സന്നദ്ധരാകണമെന്ന് നിങ്ങൾ പറയല്ലേ? ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളും കാണിക്കുന്ന ഈ രാഷ്ട്രീയ രംഗത്ത് മന്ത്രിസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളെന്നുള്ള രീതി, രാജാവിനേക്കാളും വലിയ പവറാണ്. അതൊന്നും അല്ല വേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട മനുഷ്യർ പറയുന്നതിലും അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കണം. അത് നിയമപരമായിട്ട് ശരിയാണോ എന്ന് അംഗീകരിക്കണം. ഇപ്പം അവസാനം അംഗീകരിച്ചല്ലോ. എന്നിട്ട് കഴിഞ്ഞ് 28-ന് ഇറക്കിയ വിളംബരം എന്നതാ, ഒരു പത്രപ്രസ്താവന പോലെ. അങ്ങനെയാണോ നിയമം ഉണ്ടാക്കുന്നത്? അത് കോടതിയിൽ അല്ല, അത് നിയമസഭയിൽ അവതരിപ്പിച്ച് ബില്ലാക്കിയിട്ട് അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തെങ്കിലേ അതിന് വിലയുള്ളൂ. ഇവിടെ ഉദ്യോഗസ്ഥന്മാരും കളക്ടറും പറയുന്നത് ഞങ്ങൾ ഇതനുസരിച്ച് പട്ടയം കൊടുക്കില്ല എന്ന്. ഇനി മന്ത്രി എങ്ങനെ കൊണ്ടേ കൊടുക്കും? ഇതൊക്കെയാണ് ഒത്തിരി പാളിച്ചകൾ നമ്മുടെ സമീപനത്തിലൊക്കെ വരുന്നതാണ് ജനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. എന്തോ എത്ര തവണ വേണേലും വിളിച്ചോ. എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തിരുത്തും. എന്റെ ജോയി, ഞാൻ ഇതൊന്നും ഓർത്തോണ്ടിരിക്കുകയല്ല. ഇപ്പം നിങ്ങൾ വന്നപ്പം വേറെ ആരോടാ ഇത് പറയുന്നത്? നിങ്ങളോടല്ലേ ഞാൻ പറയുന്നുള്ളൂ. അല്ല വേറെ ഞാൻ ഈ നാട്ടിലിറങ്ങി വല്ലവരോടും പറയുന്നുണ്ടോ?
നിങ്ങളോട് പറയാനല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പിതാവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിതാവ് അത് പറയുമ്പോൾ പിതാവിന് വേദന ഉണ്ടാവാത്തൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അങ്ങനെ മേലിൽ അത് ഉണ്ടാവാത്ത നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ പിതാവ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോകത്തക്ക നിലയിലുള്ള ഒരു സമീപനം ഉണ്ടാവും. അതാ വേണ്ടത്. നമ്മളെ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ കാരണം KPCC പ്രസിഡന്റിന്റെ അടുത്ത പിതാവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പിതാവ് റെപ്രസെന്റ് ചെയ്ത ആളുകൾ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കേൾക്കാനും അതനുസരിച്ച് ഒരു നീക്കുപോക്ക് ഉണ്ടാകാനും ഞങ്ങളുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് നീക്കുപോക്ക് ഉണ്ടാകത്തക്ക നിലയിൽ ഒരു ക്രമീകരണം അദ്ദേഹം ചെയ്തു എന്നാണ് ഞങ്ങൾക്കറിയാൻ. വളരെ നല്ല കാര്യം. അപ്പം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ആ തരത്തിൽ ആ കാര്യത്തിനുള്ള നീക്കുപോക്ക് ഉണ്ടാകത്തക്ക നിലയിൽ സമീപനം ഉണ്ടാവും. പിതാവ് ഞങ്ങളൊക്കെ ഇതിനകത്ത് ഇന്നറായിട്ട് നിന്ന് ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങളിപ്പം ഒരു സംഘടനയ്ക്കുള്ളിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് സമര രംഗത്തേക്ക് ഞങ്ങൾക്ക് ഇറങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ സംഘടനയ്ക്കകത്തും ഗവൺമെന്റിനകത്തും നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്ന ആളുകൾ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. നിങ്ങൾ പറയുന്നത് ഇപ്പം മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു നേതൃത്വത്തിലുള്ളവരല്ലേ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അഭിപ്രായങ്ങളെ അതിന്റെ ഇതേ ഒരു വാക്കും പറഞ്ഞില്ലല്ലോ ഇവിടെ വന്നിങ്ങനെ. ഈ മന്ത്രി ഇന്നലെ കഴിഞ്ഞ കോൺഫറൻസിൽ മന്ത്രി ഇരുന്ന പോലെ തലയും കാണിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. അത് മൈക്കും സ്റ്റേജും കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഈ എന്തെങ്കിലും വിരോധം തീർക്കാൻ പറയുന്നൊന്നും അല്ല, ഇത് കാര്യം മനസ്സിലാക്കാൻ. അതേന്നേ തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചു കൊടുക്കച്ചാ. ഡീനിന്റെ ധർമ്മസങ്കടം കണ്ട് സാക്ഷാൽ VT ബൽറാം അച്ഛനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു. ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഡിക്ഷണറിയിൽ നിന്ന് ആ വാക്ക് തന്നെ നിരോധിച്ചു കളഞ്ഞു. ഒടുവിൽ നികൃഷ്ടജീവി പ്രയോഗം പിൻവലിച്ച് ബൽറാമും പറഞ്ഞു, അച്ചോ എങ്ങനെയെങ്കിലും ഒരു ഇടവേളയാണ് ഇനി, അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും തിരിച്ചു വരാം. ഇന്നസെന്റ് കിലിക്കം എന്ന സിനിമയിൽ പറഞ്ഞല്ലോ, അടിച്ചു മോളെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ചാടേണ്ടി വരും. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ, സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ, സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ.